ഒത്തിരി നാളായി അമ്മയും അച്ഛനെയും ആ 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോകാന്ന് പറയുന്നു. നാളെ എന്തായാലും കൊണ്ടുപോകണം. അച്ഛാ, അമ്മേ, നമ്മൾ നാളെ എന്തായാലും 5 സ്റ്റാർ ഹോട്ടലിൽ പോയിരിക്കും. ഇത് എന്റെ വാക്ക്. അയ്യോ ദൈവമേ, എന്റെ പേഴ്സിലെ പൈസ എന്തിയേ? ഒന്നും കാണുന്നില്ലല്ലോ. അയ്യോ, ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? മച്ചാമാരെ, ഞാൻ എന്തെങ്കിലും ചെയ്ത് നാളെ അവരെ അവിടെ കൊണ്ടുപോയിരിക്കും. പക്ഷെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? ജോഷിനോട് ചോദിച്ചു നോക്കാം. എടാ ജോഷ്, എനിക്കിവിടെ എന്തെങ്കിലും ജോലി കിട്ടുമോ? സോറിടാ ഗോകു, എനിക്ക് തന്നെ ഇവിടെ പണിയില്ല. ആ ശേഖരേട്ടന്റെ കടയിൽ കൂടെ ചോദിക്കാം. പിന്നെ മച്ചാമാരെ, അതിനു മുമ്പ് നമ്മൾ 20,000 സബ്സ്ക്രൈബേഴ്സ് ആകാറായി. വേഗം എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് പവറക്കൂ. ശേഖരേട്ടാ, എനിക്കിവിടെ എന്തെങ്കിലും ജോലി കിട്ടുമോ? ആടാ, നിനക്ക് ദോശ ഉണ്ടാക്കി തരാൻ പറ്റുമോ? എന്നാൽ ഞാൻ 8,000 രൂപ തരാം. കൂട്ടുകാരെ, ഈ ജോലി കുറച്ച് പാടാണ്. എന്നാലും എന്റെ അമ്മയ്ക്കും അച്ഛനും വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. ഇന്നാടാ ഗോകു, നിന്റെ 8,000 രൂപ കൊണ്ടുപോയി നിന്റെ അമ്മയ്ക്കും അച്ഛനും നല്ല ഫുഡ് വാങ്ങിക്കൊടുക്ക്. വാച്ചാ, അമ്മേ, നമുക്കിന്ന് അടിച്ചു പൊളിക്കാം. മോനെ, നീ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാനുള്ള യോഗം കിട്ടിയത്. അല്ല അച്ഛാ, ഇത് നമ്മുടെ മച്ചാന്മാര് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടാണ്.